കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസിൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ സ്ഥലം മാറ്റം ശരിവച്ച് വീണ്ടും സർക്കാർ ഉത്തരവ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിന് പിന്നാലെ പരാതിക്കാരിയുടെ ഭാഗം കേട്ട ശേഷമാണ് അന്തിമ തീരുമാനമെടുത്തത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് സർക്കാർ സ്ഥലം മാറ്റ ഉത്തരവിറക്കിയതെന്നായിരുന്നു അനിതയുടെ പരാതി. വിവരങ്ങളുമായി ഷിത ജഗത്ത് ചേരുന്നുണ്ട്. ഷിത, എന്തൊക്കെയാണ് കേസിന്റെ വിശദാംശങ്ങൾ? ഷഹാന, ഡിസംബറിലാണ് PB അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള സ്ഥലം മാറ്റം സർക്കാർ ഇറക്കിയത്. ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന ആളാണ് PB അനിത. തുടർന്ന് PB അനിത ഈ സ്ഥലം മാറ്റം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് പരാതി നൽകിയിരുന്നു. തന്റെ വാദം കേൾക്കാതെയാണ് സർക്കാരിന്റെ ഉത്തരവെന്നും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുമായിരുന്നു അനിത ട്രിബ്യൂണൽ നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത്. അത് പ്രകാരം ട്രിബ്യൂണൽ അനിതയ്ക്ക് അനുകൂലമായി നടപടി എടുക്കുകയും സർക്കാരിനോട് അനിതയുടെ ഭാഗം കേട്ടതിനു ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകാവൂ എന്നും ഒപ്പം തന്നെ അതുവരെ ഈ അനിതയുടെ ഭാഗം കേട്ട് മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ ഈ PB അനിതയെ കേൾക്കുകയും അനിതയ്ക്കൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മറ്റു ഉദ്യോഗസ്ഥരെയും ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെയും കേട്ടു എന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അനിതയുടെ ഭാഗം കേട്ടതിന് ശേഷം അനിതയെ വീണ്ടും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ഇറക്കിയ ഓർഡറിൽ ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് പറയുന്നത് അനിതയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അനിതയും നഴ്സിംഗ് ഓഫീസറായ VP സുമതിയുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ സ്ഥലം മാറ്റം ഉത്തരവ് സർക്കാർ വീണ്ടും ഇറക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെതായി ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത്. ഷഹാന, ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത്.